നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പാർക്ക് ബ്രേക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ? അതായത് പാർക്ക് ചെയ്യല്ലേ, പാർക്ക് ബ്രേക്ക് ഇടണ്ടേ? ഇങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്താം. അതായത് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു കമൻറ്റാണ്. ശരിക്കും എനിക്കത് ചിരി വന്നുപോയി. ചിരി വന്നത് വേറൊന്നും കൊണ്ടല്ല, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോഹനൻ MK ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടരുത് എന്നാണ് ഈ പൊട്ടൻ പറയുന്നത്, ദൈവം രക്ഷിക്കട്ടെ. ഓക്കെ, അപ്പം ചോദ്യം എല്ലാവർക്കും മനസ്സിലായി. എന്താണ് കാര്യമെന്ന് മനസ്സിലായി. അതായത് ഹാൻഡ് ബ്രേക്ക് ഇടണ്ട എന്നാണ് ഞാൻ പറയുന്നതെന്ന്. ശരിക്കും ഈ അറ്റവും മുറിയും കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഡയലോഗ്സ് ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് എത്ര പേര് ആ സെൻസിൽ എടുത്തു എന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടി ഇടുക. അല്ലെങ്കിൽ ഇതുപോലെ ഈ പൊട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാരോട് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഹാൻഡ് ബ്രേക്കിൽ ഇടണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ തന്നെ പാർക്ക് ചെയ്യാമെന്ന് സങ്കല്പിക്കുക. അങ്ങനെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ നമ്മൾ വാഹനം എടുക്കാറുള്ളൂ. അങ്ങനെ വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പാർക്കിംഗ് ബ്രേക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിലത്തെ ടയർ ലോക്കായിരിക്കും. ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ബാക്കിലത്തെ ടയറിൻ്റെ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ ബാക്കിലത്തെ ടയറിൻ്റെ ബ്രേക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടൊക്കെ കൊണ്ടിടുന്ന സമയത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ അംശം, അതായത് നമ്മൾ വെള്ളത്തിൽ കൂടെ ഓടുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് നല്ല രീതിക്ക് കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ എയറിലൊക്കെ. അങ്ങനെ ഈ എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൽ പൊടി ഉണ്ടാകുന്നുണ്ട്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം അവിടെ ഡസ്റ്റിൻ്റെ അംശം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത് ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാകുന്ന ഡസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മോയ്സ്ചർ കണ്ടൻറ്റും കൂടെ ആകുന്ന സമയത്ത് ചെറിയ നനവും എല്ലാം കൂടെ കൂടി ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഒരു 2 ദിവസമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഒട്ടിയിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ബാക്കിയുള്ളവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹാൻഡ് ബ്രേക്ക് സ്റ്റക്കായി പോകും. അങ്ങനെ ഹാൻഡ് ബ്രേക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന അത്ര സിമ്പിളൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും പറയുന്നത്, വാഹനം വീട്ടിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു AMT വാഹനമായിക്കോട്ടെ, ഒരു മാനുവൽ വാഹനമായിക്കോട്ടെ, നമുക്കൊരു ഗിയറിൽ തന്നെ നമുക്കത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും. അതായത് ഒരു റിവേഴ്സ് ഗിയറിൽ ഇട്ട് വാഹനം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിരപ്പിലാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ഇറക്കത്തിലോ കയറ്റത്തിലോ ആണ് നമ്മൾ വാഹനം നിർത്തിയിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇട്ടോണം. വേറെ കോംപ്രമൈസ് വേണ്ട. വാഹനം ഉരുളില്ല എന്ന് വിചാരിച്ചാൽ പോലും വേണ്ട, ഹാൻഡ് ബ്രേക്ക് ഒരു സപ്പോർട്ടിന് കൊടുത്തോണം. പക്ഷേ ഗിയറും കൂടി ഇടണം കേട്ടോ, ഗിയർ ഇടണ്ടെന്നല്ല. എന്നാൽ നിരപ്പിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴും ഞാനത് എടുത്ത് പറയും, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് ഡ്രമ്മിന് പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. തല്ലിപ്പറിച്ചൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അത് നോർമലാണ്, അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഹാൻഡ് ബ്രേക്ക് എപ്പോഴും, അതായത് ഈ പറയുന്ന പോലെ വെറുതെ വാഹനം ഇട്ടിരിക്കുന്ന സമയത്ത്, നിരപ്പിൽ വെറുതെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇത് മനസ്സിലായ ആൾക്കാർ ജസ്റ്റ് ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ ഞാൻ വളരെ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.